സ്റ്റുഡൻസ്, ഈസി മാത്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് ഇൻറ്റിജേഴ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് ഇൻറ്റിജേഴ്സ്? ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻറ്റിജർ ഈസ് എനി നമ്പർ ഇൻക്ലൂഡിങ് 0, പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ഉം പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ആ ഒരു ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു നമ്പേഴ്സിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ 0, 1, 2, 3 എക്സെട്ര. നെഗറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? -1, -2, -3, -4 എക്സെട്ര. അപ്പോൾ ഈ ഒരു 0, പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻറ്റിജേഴ്സ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമ്പർ ലൈനാണ്. എന്താണ് നമ്പർ ലൈൻ? അപ്പോൾ നമ്പർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്കെയിൽ അല്ലേ? സ്കെയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു സ്കെയിലിൽ നമ്മൾ ഓരോ യൂണിറ്റ് ആയിട്ടാണ് അതിലുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെയാണ് നമ്പർ ലൈനും. എ നമ്പർ ലൈൻ ഈസ് എ വേ ഓഫ് റെപ്രസെൻറ്റ്സ് നമ്പേഴ്സ് വിഷ്വലി ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് നമ്പർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ലൈന് ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്പർ ലൈന് ഒരു ലൈന് വരയ്ക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കുക. അതിൽ മിഡിലിൽ 0, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് നമ്പേഴ്സ്, അതായത് 1, 2, 3, 4, 5 എക്സെട്ര. ഇവിടെ നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ലൈന് വരയ്ക്കുക. അടുത്തത് ലെഫ്റ്റ് സൈഡിൽ -1, -2, -3, -4, -5 എക്സെട്ര. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, 0 മിഡിലിൽ 0 ഉണ്ടാവും, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് നമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ പോസിറ്റീവ് നമ്പേഴ്സ് ഈ പോസിറ്റീവ് നമ്പേഴ്സ് നമ്മൾ ഓരോ യൂണിറ്റ് കൂടുന്തോറും ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, നമ്മൾ ഓരോ യൂണിറ്റ് കൂടുമ്പോഴും ഇൻക്രീസാണ് പോസിറ്റീവ് നമ്പേഴ്സ് ആവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ 0, മിഡിലിൽ 0 ഉണ്ട്, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ നമ്പർ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലെ പോസിറ്റീവ് നമ്പേഴ്സ് ഇൻക്രീസ് ആയിട്ടാണ് വരിക, ലെഫ്റ്റ് സൈഡിലെ നെഗറ്റീവ് നമ്പേഴ്സ് ഡിക്രീസ് ആയിട്ടാണ് വരിക. അതായത് -1 ലെസ് ദാൻ ആണ് -2. ഓക്കെ, -2 ലെസ് ദാൻ ആണ് -3. അപ്പോൾ ഈ ലെഫ്റ്റിലേക്ക് പോകും തോറും ഈ നമ്പേഴ്സ് കുറഞ്ഞ് വരുന്നത്, അതിൻ്റെ വാല്യൂ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൻ്റെ കാര്യം എന്താണ്? റൈറ്റ് സൈഡിലെ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പേഴ്സിൻ്റെ വാല്യൂ പോകും തോറും ഗ്രേറ്റർ ആയിട്ടാണ് വരിക അല്ലേ? 1 2 ഗ്രേറ്റർ ആണ്, 2 3 ഗ്രേറ്റർ ആണ്, 3 4 ഗ്രേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എഡിഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ഓൺ എ നമ്പർ ലൈനാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു നമ്പർ ലൈനിലൂടെ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്? അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ് us ആഡ് 5 and 3. അപ്പോൾ 5നെയും 3നെയും നമ്മൾ നമ്പർ ലൈനിലൂടെ നമുക്ക് ആഡ് ചെയ്യണം. അതിനായി നമ്മളൊരു നമ്പർ ലൈന് വരയ്ക്കുക. അതിൻ്റെ മിഡിലിൽ 0 മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ +1, +2, +3, +4, +5, +6, +7, +8. അപ്പം നമുക്ക്
ഈ റൈറ്റ് സൈഡിൽ നമുക്ക് നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തടുത്ത നമ്പർ എഴുതാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാം. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താണ്, -1, -2, -3, -4, -5 എക്സെട്ര. അപ്പോൾ ഇതിലൂടെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു നമ്പർ ലൈനിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആരെയാണ് ആഡ് ചെയ്യേണ്ടത്, 5 and 3 ആണ്. അപ്പോൾ നമ്മൾക്ക് +5ഉം +3 ആണ്. അപ്പോൾ നമ്മൾ +5 എവിടെയുള്ളത്, അപ്പോൾ അവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക, 5 മുതൽ സ്റ്റാർട്ട് ചെയ്യുക, 5ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ and 3 ആണ്. അപ്പോൾ എന്താ ചെയ്യുക, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 ടൈംസ് നമ്മൾ എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യണം. 5ൽ നിന്ന് 3 ടൈംസ് ജമ്പ് ചെയ്യുക, അതായത് 1 2 3. ഓക്കെ, അപ്പോൾ 1 2 3 ടൈംസ് നമ്മൾ ജമ്പ് ചെയ്ത്. അപ്പോൾ ജമ്പ് ചെയ്തപ്പോൾ നമ്മൾ എൻഡ് ചെയ്ത നമ്പർ എത്രയാണ്, നമ്മൾ എൻഡ് ചെയ്തത് 8 എന്ന് പറയുന്ന നമ്പറിലാണ്. അപ്പോൾ 5 and 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 8 എന്ന് പറയുന്ന നമ്പർ കിട്ടി. അപ്പോൾ ആൻസർ എന്താ വരിക, ആൻസർ ഈസ് 8 ആണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത നമ്പർ എന്ന് പറയുന്നത് ലെറ്റസ് ആഡ് -3 and -5 ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പോസിറ്റീവ് നമ്പേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സാണ് അടുത്ത ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു നമ്പർ ലൈൻ വരച്ച്, നമ്പർ ലൈനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്പേഴ്സ് എങ്ങനെ മാർക്ക് ചെയ്യുക, മിഡിലിൽ 0 ഉണ്ട്, റൈറ്റ് സൈഡിൽ 1 2 3 4 5 6 എക്സെട്ര. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക, -1 -2 -3 -4 -5 -6, ഓക്കെ, -7 and -8. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് -3 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ -3 എവിടെയുള്ളത്, നമ്മളെ നമ്പർ ലൈനിൽ ലെഫ്റ്റ് സൈഡിലാണുള്ളത് അല്ലേ. അപ്പം -3 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇനി ആരെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, -3 and -5 ആണ്. അപ്പം നമുക്കറിയാം 5 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് നമ്മൾ റൈറ്റിലേക്ക് ജമ്പ് ചെയ്തത് അല്ലേ. നേരത്തെ നമുക്ക് 5 and 3 ആണ് അല്ലേ, 3 ടൈംസ് നമ്മൾ റൈറ്റിലേക്കാണ് ജമ്പ് ചെയ്തത്. ഇവിടെ ആരുണ്ട്, നെഗറ്റീവ് ഉണ്ട് അല്ലേ. നെഗറ്റീവ് ഉള്ളത് കാരണം നമ്മൾ ഏത് സൈഡിലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്, ലെഫ്റ്റിലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് -3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ. ഓക്കെ, -3യിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 1 2 3 4 5. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ടൈംസ് ജമ്പ് ചെയ്ത്, 5 ടൈംസ് ആണ് ലെഫ്റ്റിലാണ് ജമ്പ് ചെയ്തത് അല്ലേ. എന്തുകൊണ്ടാണ് ലെഫ്റ്റിൽ ജമ്പ് ചെയ്തിട്ടുള്ളത്, നെഗറ്റീവ് വന്നിട്ടുണ്ട് അല്ലേ. നെഗറ്റീവ് വന്നതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് നമ്മൾ ജമ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 5 ടൈംസ്. അപ്പോൾ എൻഡ് ചെയ്ത നമ്പർ എത്രയാണ്, -8ലാണ് നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് -3ഉം -5ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്, ആൻസർ -8 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഏതാണ്, ലെറ്റസ് ആഡ് 5 and -3 ആണ്. അതായത് +5ഉം -3 ആണ്. അതിനു വേണ്ടി ഒരു നമ്പർ ലൈൻ വരയ്ക്കുക, മിഡിൽ 0 മാർക്ക് ചെയ്യുക, പോസിറ്റീവ് നമ്പർ റൈറ്റിലാണ് 1 2 3 4 5 എക്സെട്ര. ഓക്കെ, 6 എക്സെട്ര. ഇനി ലെഫ്റ്റ് സൈഡിൽ -1 -2 -3 -4 -5 എക്സെട്ര. ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 5 ആണ്, +5 ആണ്. അപ്പോൾ +5 എവിടെയാണ്, നമുക്കറിയാം റൈറ്റ് സൈഡിലാണ് +5 ഉള്ളത്. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആരെയാണ്, -3 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ -3 വന്നു കഴിഞ്ഞാൽ ഏത് സൈഡിലാണ് നമ്മൾ ജമ്പ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലാണ് ജമ്പ് ചെയ്യുക. ഓക്കെ, റൈറ്റ് സൈഡിലല്ല, ലെഫ്റ്റ് സൈഡിലാണ് 3 ടൈംസ് നമ്മൾ ജമ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 2 3
അപ്പോൾ എവിടെ എൻ്റെ ചെയ്തിട്ടുള്ളത്? എൻ്റെ ചെയ്തത് 2 എന്ന് പറയുന്ന നമ്പറിലാണ്. അപ്പോൾ 5 ആഡ് -3 എവിടെയാണ് എൻ്റെ ചെയ്തിട്ടുള്ളത്? 2 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? നമുക്ക് 2 എന്ന് പറയുന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താണ്? ലെറ്റസ് ആഡ് -5 and 3 ആണ്. -5 and 3. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? അതും എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതിൽ 0 മിഡിൽ മാർക്ക് ചെയ്യുക, പോസിറ്റീവ് നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. 1 2 3 4 5 6 എക്സെട്ര. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റ് സൈഡിൽ -1 -2 -3 -4 -5 എക്സെട്ര. ഇനി എന്താ ചെയ്യുക? നമുക്ക് എവിടെയാണ് വേണ്ടത്? -5ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. -5ൽ സ്റ്റാർട്ട് ചെയ്യുക. -5 നമുക്ക് ജമ്പ് 3 ആണ് അല്ലേ? പോസിറ്റീവ് 3 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ പോസിറ്റീവ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സൈഡിലാണ് ജമ്പ് ചെയ്യുക? റൈറ്റ് സൈഡിൽ. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് 3 ടൈംസ് ജമ്പ് ചെയ്യാം. -5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 2 3. അപ്പോൾ നമ്മൾ എൻ്റെ ചെയ്ത നമ്പർ എത്രയാണ്? -2. അപ്പോൾ -5 and 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ആൻസർ -2 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങൾ മനസ്സിലായി, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ടുമായി നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരാം. അപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.